അപ്പോൾ ഇന്ന് മുതൽ 3 ദിവസം വരെയാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പുള്ളത്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോരത്തും തീരപ്രദേശത്തുമൊക്കെ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മലയോര മേഖലയിലുള്ളവരൊക്കെ തന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം എല്ലായിടത്തും വെള്ളക്കെട്ടും രൂക്ഷമാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ക്ഷേത്രങ്ങളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ്. രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ റോഡിലൊക്കെ വെള്ളം കയറിയതോടെ യാത്രക്കാരൊക്കെ മൊത്തത്തിൽ ദുരിതത്തിലാണ്. തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തമ്പാനൂരിൽ നമുക്കറിയാം ചെറിയൊരു മഴ പെയ്താൽ തന്നെ റോഡ് മൊത്തത്തിൽ വെള്ളത്തിലാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജിനാഥും അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറും ഇടുക്കിയിൽ നിന്ന് ജെയ്നസ് രാജുവും നമുക്കൊപ്പം ചേരും. ഇവരോടൊക്കെ തന്നെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും. തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തൊക്കെ ശക്തമായ മഴയാണ്. അപ്പോൾ രാഹുലിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. രാഹുലെ, ഈ തിരുവനന്തപുരത്ത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെ വെള്ളത്തിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇന്ന് രാവിലെയും വലിയ മഴയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അവതാളത്തിലായി കാര്യങ്ങളല്ലേ? കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടായോ എന്ന് നമുക്ക് പരിശോധിക്കണമെങ്കിൽ വളരെ അടുത്ത് വന്നാൽ ആ കാര്യങ്ങൾ കാണാം. കാരണം പഞ്ചൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും ഇടയ്ക്കുള്ള ഈ റോഡിലേക്ക് വന്നാൽ മഴ എത്രമാത്രം ശക്തമായിരുന്നു, മഴ വലുതായിരുന്നു എന്ന് നമുക്ക് കാണാം. കാരണം സ്ഥിരം കാഴ്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാ തവണയും കാണിച്ച ദൃശ്യങ്ങളാണ്. അത് തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കുന്നത്. നീതിക്കായി ആളുകൾക്ക് വരണമെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ്. കാരണം നമുക്ക് ആ കോടതിയുടെ കവാടത്തിന് മുന്നിൽ നിന്ന് ഇങ്ങേ അറ്റം വരെ പ്രവേശിക്കാൻ എത്രമാത്രം പ്രയാസമാണ് എന്നുള്ളത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇവിടെ വലിയ പ്രയാസം യാത്ര ചെയ്യാനായി. നമുക്ക് കാണാം വാഹനങ്ങൾ പോകുന്നത്. എന്തായാലും ഇതാണ് ഒന്നാമത്തെ കാഴ്ച. പല ഇടങ്ങളുണ്ട്. ഒന്ന് ചാക്കയാണ്, മറ്റൊന്ന് നമ്മൾ ഈ കാണുന്ന മഞ്ചൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള റോഡാണ്. തൊട്ടപ്പുറത്ത് തമ്പാനൂരാണ്. തമ്പാനൂർ യാത്രക്കാർ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. അങ്ങനെ ഇന്നലെ രാത്രി മുതൽ, അതുകൊണ്ട് നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെ നല്ല ഡ്രസ്സിട്ട് ഇറങ്ങിയപ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഉറപ്പിച്ചതാണ്. കാരണം രാത്രി നേരത്തെ ഇടവേളകൾ, അതായത് ഒരു ഇടവേളകൾക്കിടയിൽ അതിശക്തമായ മഴ പെയ്തെങ്കിൽ ഇപ്പോൾ ഇടവേളയൊന്നുമില്ല, അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ നമുക്ക് പറയാം. ഇടയ്ക്കൊന്ന് നിന്നാൽ ഭാഗ്യമെന്ന് മാത്രം പറയുന്ന രീതിയിലേക്ക് വലിയ മഴ തിരുവനന്തപുരം നഗരത്തെ പലയിടങ്ങളും മുക്കിക്കൊണ്ട് വലിയ മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആളുകൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ എന്തായാലും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അവധി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയത്. അതിന് പ്രകാരം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ മഴ, ആ മഴ തുടരുന്നത് ആശങ്കയാണ്. കാരണം മഴയൊന്ന് ശമിച്ചാൽ ഈ വെള്ളക്കെട്ട് ശമിക്കും. ഇപ്പൊ ഈ റോഡിലേക്ക് നോക്കിയാൽ അറിയാം, കാണാൻ സാധിക്കുന്നത് റോഡ് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളമാണ്. അപ്പോ നമ്മൾ നേരെ മഴ ഇല്ലാത്ത സമയത്ത് നടന്നു പോയാൽ തന്നെ ആളുകൾ ഓടയിലും മറ്റുമൊക്കെ വീഴുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മഴ കൂടി വരുമ്പോൾ, ഈ വെള്ളക്കെട്ടും കൂടി വരുമ്പോൾ വാഹനങ്ങളായിക്കോട്ടെ, നടന്നു പോകുന്ന ആളുകളായിക്കോട്ടെ, ആകെപ്പാടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ രാഹുലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ആളുകളെല്ലാം ഈ വശത്തു കൂടിയാണ്, തൊട്ടിപ്പുറത്തെ വശത്തു കൂടിയാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേട്ടാ, നടന്നു പോകാൻ ബുദ്ധിമുട്ടാണോ മഴയായിട്ട്? പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണല്ലേ ഇവിടെ ഇങ്ങനെ വെള്ളം? അതെ അതെ. അപ്പൊ എന്താണ്, ഒരു വശത്തൂടെ യാത്ര ചെയ്യാനേ പറ്റില്ല. എങ്ങോട്ട് പോവാ? ത്രിവേണിയിൽ. ഇപ്പൊ യാത്ര ചെയ്യാനേ പറ്റത്തില്ലല്ലേ? അതിന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. നല്ല മഴയുണ്ട് രാവിലെ മഴയുണ്ട്. കുടയൊക്കെ എടുത്തായിരുന്നില്ലേ ഇന്നലെ രാത്രി മഴ കണ്ടപ്പോ തന്നെ? ഇന്നലെ വൈകുന്നേരത്തെ കുട ഇന്നലെ വൈകുന്നേരം മുതലുണ്ട്. അപ്പൊ ഇന്നലെ തയ്യാറെടുത്ത് തന്നെ ഇറങ്ങിയത്? ഇല്ല, ഞാൻ ത്രിവേണിയിൽ വൈഫിന് തയ്യാറെടുത്ത് തന്നെ ഇറങ്ങിയത് മഴ ഉണ്ടെങ്കിൽ. ശരി ശരി.
എന്തായാലും ഇതാ ഇതുപോലെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയെ മഴയുണ്ട്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പുമായിട്ട് തന്നെയാണ് വന്നത്. അവിടെ രാവിലെ വാർത്ത എത്തിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി മഴ ഇല്ലേ? വാർത്ത പേപ്പർ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ 3:30 മണിക്ക് വന്നതാണ്. അതാ പല പേപ്പറും നനയുകയും ചെയ്തു. നനയും ചെയ്തു. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല രാവിലെ മഴ ഉണ്ടാവുമെന്ന്. ഇല്ല, പ്രതീക്ഷിച്ചാൽ ഈ കുമാരസ്വാമിയും കുണ്ടണിമകൻ സാധാരണ മഴ ഉള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പ് തോരുന്നതാണ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത് ഒരേ നിലയിൽ നിൽക്കുകയാണ് ഈ മഴ. ഇതിപ്പം ചില സ്ഥലങ്ങളിൽ പത്രം കൊടുക്കാനേ പറ്റത്തില്ല. ഇപ്പൊ ഇത്ര വെള്ളക്കെട്ടല്ലേ ഈ സ്റ്റേഷനിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല. പറ്റില്ല. ഈ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിനിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ തോർന്നതിന് ശേഷം കൊണ്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അല്ല, സാധാരണയായിട്ട് നമ്മൾ നേരത്തെ കൊടുക്കുന്നതാണ്. അവിടെ 5 മണിക്ക് കൊടുക്കുന്നതാണ്. ഇന്ന് കൊടുക്കാൻ കഴിയുന്നില്ല. ആ വശത്തോടെ സൈക്കിൾ യാത്ര ചെയ്യുന്ന ആലോചിക്കാനേ പറ്റത്തില്ല. ഇല്ല, പറ്റുന്നില്ല. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെളിയിൽ നിന്ന് വാങ്ങിക്കും. ഇന്ന് അവരെയും വെളിയിൽ കാണുന്നില്ല. അവരകത്തിരിക്കുകയാണ് വെള്ളക്കെട്ടായത്. അതെ, അവരുടെ ജീപ്പ് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഇത്രയും പത്രം കൊടുക്കാനുണ്ടല്ലേ? ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട്. ഇത് ഒരു റൂട്ട് ആയില്ല. ഇതിപ്പോ ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞാൻ പാൽക്കുളങ്ങര. ഈ മഴക്കാലമാകുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ്. ആ ഒരു കൊടയും പിടിച്ച് ഈ പത്രം കൊടുക്കാൻ പോവുകയാണ്. അത് തൊട്ടിപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ കവാടം തൊട്ടിപ്പുറത്താണ്. അവിടേക്ക് പത്രം കൊടുക്കണം. തൊട്ടിപ്പുറത്താണ്, നമുക്ക് കാണാം പത്രം കൊടുക്കേണ്ട സ്ഥലം കാണാം. പക്ഷെ പത്രം കൊടുക്കാനുള്ള ആ വഴി പോകാൻ, സൈക്കിളുമായി പോകാൻ ധൈര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആരും ധൈര്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈക്കിളിൽ ആരും പറയണ്ട. ഒന്ന് വീണാൽ പത്രം മുഴുവൻ നനയും. അങ്ങനെ മനുഷ്യരെല്ലാം രാവിലെ തന്നെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായൊരു നിർമ്മാണത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ നിൽക്കുന്ന റോഡിൽ വെള്ളക്കെട്ടിന് വലിയ പ്രശ്നമില്ല. എന്നാൽ തൊട്ടിപ്പുറത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകാൻ സ്ഥലം കൃത്യമായില്ല. നമ്മുടെ റോഡുകളുടെ ഒരു അവസ്ഥ, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ ഒരു മഴക്കാലം കൂടി വരുമ്പോൾ അത് ഇരട്ടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നത്. ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലുമാണ്.